ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു എരിശ്ശേരി ഉണ്ട്. മത്തനും പയറും കൂടിയിട്ടുള്ള ഒരു അടിപൊളി എരിശ്ശേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നമ്മുടെ പയർ ആദ്യം തന്നെ ഒറ്റ വിസിലെടുത്ത് വേവിച്ച് മാറ്റിയതാണ്. പിന്നെ ഇതിലോട്ട് എനിക്കൊരു നല്ലവണ്ണം പഴുത്തൊരു മത്തനാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ്. അതും കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് പിന്നെ ഞാൻ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1.5 ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ഞാൻ ഈ സമയത്ത് ചേർക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൽ ഓൾറെഡി നമ്മുടെ പയർ വേവിച്ചതിൻ്റെ വെള്ളം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേറെ അഡീഷണൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇതിൽ തന്നെ കിടന്ന് നമ്മുടെ മത്തനും കൂടി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോഴേക്കും വേണ്ട നമുക്കിതിന് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ഒരു മുടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു 6 ടേബിൾ സ്പൂൺ അളവിലാണ് ഇവിടെ തേങ്ങ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം, അതേപോലെ തന്നെ 2 ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ 2 ചെറിയ അല്ലി തന്നെ വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും തന്നെ നമ്മുടെ ഇതെല്ലാം തന്നെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. പയറും മാത്രം നന്നായി വെന്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ തേങ്ങ അരച്ചതും കൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ ഇതിൽ ഈ ജാറൊന്ന് കഴുകിയിട്ടുള്ള ആ വെള്ളം കൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ലൂസായിട്ടൊക്കെയാണ് നമ്മുടെ കറി ചിലവർക്ക് താല്പര്യം ഉണ്ടാവില്ല. ഒന്നുകൂടി നമ്മൾ ചൂടാറി കഴിഞ്ഞാൽ ഒന്നുകൂടി കട്ടിയാവുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എന്താണ് ഈ ഒരു പരുവത്തിലാണ് ആക്കിയെടുക്കുന്നത്. നമ്മുടെ ചിലയിടങ്ങളിൽ ഇതിലോട്ട് കുറച്ച് മധുരമൊക്കെ ചേർക്കാറുണ്ട്. ഞാൻ എന്താണെങ്കിൽ അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഈ സമയത്ത് ഉപ്പ് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ നന്നായിട്ട് നമ്മുടെ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് ആയി വന്നിട്ടുണ്ട്. മത്തനൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഒന്ന് ഈ തവി വെച്ചിട്ട് തന്നെ ഒന്ന് കുത്തി ഉടയ്ക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് തവി വെച്ചിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ആവാനായിട്ട്. കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കടുക് തളിച്ച് കൊട്ടാവുന്നേ ഉള്ളൂ. ഒരു ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുകും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ചിലവരുടെ വറ്റൽമുളകൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്നുള്ളൂ. അപ്പോൾ ഞാനൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഞാൻ കടുക് തളിച്ച് നമുക്ക് നമ്മുടെ കറിയിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഇത്രയുള്ള നമ്മുടെ വളരെ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ മത്തനും പയറും കൂടിയിട്ടുള്ള അടിപൊളി എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.